കോഴിക്കോട് പെൺകുട്ടിയെ ഫ്ളാറ്റിലെത്തിച്ച് ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റഹീസ്, മുഹമ്മദ് ഷമീം എന്നിവരാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. താമരശ്ശേരി പുതുപ്പാടി സ്വദേശി മുഹമ്മദ് സ്വാലിഹ്, വരവിൻകാലായിൽ ഷബീർ അലി എന്നിവരെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. വീട് വിട്ടിറങ്ങി കോഴിക്കോട്ടെത്തിയ 16-കാരിയെയാണ് പ്രതികൾ ലഹരി നൽകി പീഡിപ്പിച്ചത്. മുഹമ്മദ് റഹീസ്, മുഹമ്മദ് ഷമീം എന്നിവരാണ് താമസ സൗകര്യവും ഭക്ഷണവും വാഗ്ദാനം ചെയ്ത് കുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ നിന്നും പന്തീരാങ്കാവിലെ ഫ്ളാറ്റിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് കുട്ടിക്ക് ലഹരി മരുന്ന് നൽകി. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ 4 പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കുട്ടിയെ ബീച്ചിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. ഡിസംബർ 20-ാം തീയതിയാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്. 21-ന് പുലർച്ചെ 2 മണിക്ക് ബീച്ചിൽ വെച്ചാണ് മുഹമ്മദ് റഹീസ്, മുഹമ്മദ് ഷമീം എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയത്. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.